മണിപ്പൂർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന ചിത്രങ്ങൾ സമാധാനത്തിന്റെയും പ്രകൃതി മനോഹാരിത കൊണ്ടും ചുറ്റപ്പെട്ട ഇടമായിട്ടാണ്. ഈമ മാർക്കറ്റ്, ശ്രീ ബിജോയ് ഗോവിന്ദജി ക്ഷേത്രം, ഷിരി കഷോങ് മലനിരകൾ, അങ്ങനെ. പക്ഷേ യഥാർത്ഥ മണിപ്പൂരിന്റെ ചിത്രം ഇങ്ങനെയാണോ? അല്ല. പരസ്പരം കീറിമുറിക്കാൻ കാത്തു നിൽക്കുന്ന ജനങ്ങളും കുട്ടികളുടെ അടക്കിപ്പിടിച്ച കരച്ചിലുകളും തകർന്ന കെട്ടിടങ്ങളും മാത്രം. അവിടുത്തെ കാറ്റിൽ പോലും ചോരയുടെ മണമുണ്ട്. മുഖ്യമന്ത്രി രാജിവെച്ച് അധികാരം രാഷ്ട്രപതിയിലേക്ക് വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് സുപ്രീം കോടതിയുടെ മണിപ്പൂരിലേക്കുള്ള കടന്നുവരവ്. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിപ്പൂരിലേക്ക് എത്തുന്നത്. മാനുഷിക സഹായവും ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയും ഈ സംഘം നടത്തും. മാനുഷിക സഹായം, അതാണ് ഇവിടെ എടുത്തു പറയേണ്ട വാക്ക്. കേന്ദ്രം ഭരിക്കുന്ന BJP കാരണം മനുഷ്യക്കുരുതിയും പച്ചയ്ക്ക് ചുട്ടെടുത്ത മനുഷ്യ ജീവനുകളും അവിടെ ഉണ്ടായിരുന്നു. വിവസ്ത്രായി റോഡിലൂടെ മൃഗത്തിന് തുല്യം വലിച്ചിഴക്കപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും മനുഷ്യരായിരുന്നു. അവർക്കന്ന് ആരും ആ പരിഗണന കൊടുത്തിട്ടില്ല. മണിപ്പൂരിലെ കലാപബാധിതർ താമസിക്കുന്ന ക്യാമ്പുകൾ സന്ദർശിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം ഗുവാഹത്തിയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും ഇംഫാലിലേക്ക് അവർ തിരിക്കും. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണിപ്പൂരിൽ പോകുന്നത്. മണിപ്പൂരിലേക്ക് കലാപബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളിലാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സംഘം സന്ദർശനം നടത്തി അവിടെ വിശകലനം ചെയ്യുന്നത്. സംഘത്തിലെ അംഗം ജസ്റ്റിസ് N കോടീശ്വർ സിംഗ് കുങ്കി ഭൂരിപക്ഷ മേഖലയായ ചുരാങ് ചത്പൂർ സന്ദർശിക്കില്ല. മേത്തി വിഭാഗത്തിൽപ്പെട്ട ജസ്റ്റിസ് NK സിംഗ് കുങ്കി ഭൂരിപക്ഷ മേഖലയായ ചുരാങ് പൂർ സന്ദർശിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് NK സിംഗ് ഈ മേഖലയിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജഡ്ജിമാരുടെ പ്രത്യേക സംഘം മണിപ്പൂരിലേക്ക് പോകുന്നത്. നേരത്തെ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3 വനിതാ ജഡ്ജിമാർ അടങ്ങുന്ന സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിരുന്നു. ജമ്മു കാശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ ജസ്റ്റിസ് ശാലിനി ജോഷി, ജസ്റ്റിസ് ആശാ മേനോൻ എന്നിവരായിരുന്നു അംഗങ്ങൾ. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വിശാലമായ കലാപത്തിന്റെ ഭാഗമാണ് മണിപ്പൂരിലെ കലാപം. ആ കലാപഭൂമിയിൽ കുരുതിക്കിരയായത് 100-ൽ കൂടുതൽ ആളുകളാണ്. ജീവനിൽ കൊതിച്ച് വീട് വിട്ടോടിയതോ 10,000-കണക്കിന് ആളുകൾ. അവിടം കലാപത്തിലേക്ക് കടന്നിട്ട് 2 വർഷത്തിൽ കൂടുതലായി. എല്ലാത്തിനും പിന്നിൽ നിന്നും കളിച്ച മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അവസാനം കൈയൊഴിഞ്ഞു. യഥാർത്ഥത്തിൽ കുങ്കി എന്ന ന്യൂനപക്ഷത്തെ അംഗീകരിക്കാനുള്ള മേത്തിക്കാരുടെ വർഗീയ ചിന്തയാണിന്ന് ആ സംസ്ഥാനത്തിന്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം. അത് തന്നെയല്ലേ BJPയും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനെ കൊണ്ടോ ആകാത്തത് ഉറപ്പായിട്ടും സുപ്രീം കോടതി ചെയ്തിരിക്കുമെന്ന പ്രതീക്ഷയാണ് അവിടുത്തെ ജനങ്ങൾക്കുമുള്ളത്. അവരെടുക്കുന്ന നടപടിയിൽ കുടുങ്ങുക BJP തന്നെയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.